കോഴിക്കോട് കാരന്തൂരിന് സമീപം ഒളായിത്താഴത്ത് ലഹരി മാഫിയ സംഘത്തിന്റെ അക്രമം. ലഹരി മാഫിയക്കെതിരെ പരാതി നൽകിയതിന്റെ പേരിൽ ബിജെപി വനിതാ നേതാവിന് നേരെ വധഭീഷണി മുഴക്കി ലഹരി മാഫിയ. ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം അനിതയ്ക്ക് നേരെയാണ് ഭീഷണി മുഴക്കിയത്. ആദ്യം അതിന്റെ ദൃശ്യങ്ങളിലേക്ക്. വാർത്തയൊക്കെ കൊടുക്കുന്നത് കയ്യിലൊരു പത്രം ഉണ്ട് വിചാരിച്ചിട്ട് എന്തും അങ്ങ് തട്ടിവിടാനൊന്നുമില്ല കേട്ടോ. ഇവിടെ ബാക്കിയുള്ളവരും ഉണ്ട്. ലഹരി മാഫിയാന്നൊന്നും ഇതാക്കേണ്ടൊന്നും ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിക്കുക, തീർക്കുക. അല്ലാണ്ട് ഇതുപോലുള്ള പരിപാടി കാണിക്കേണ്ട ആവശ്യമില്ല. അതേട്ടാ, ഞാൻ അങ്ങോട്ട് വരാം നിങ്ങളെ വീട്ടിലേക്ക്. എന്നിട്ട് സംസാരിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ലഹരി മാഫിയ സംഘം പിടിമുറുക്കിയിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ വീടിൻ്റെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ, ഞാൻ കുന്നമംഗലം പഞ്ചായത്തിലെ മെമ്പറായിരുന്നു മുന്നേ. അപ്പോൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ ഇവിടെ ലഹരി വിൽപ്പന ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വീട്ടുകാരോട് ഇങ്ങനെ കുട്ടികൾ ലഹരി വിൽപ്പന ഉണ്ട് എന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അവർ നിരന്തരം എന്നെ ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്താണ്. ഇങ്ങനെ കുട്ടികളെ പറ്റിയിട്ട് അപവാദം പറയുകയാണെങ്കിൽ നിങ്ങളെ കൈകാര്യം ചെയ്താളെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട്, അതുകൂടാതെ ഞങ്ങളെ വീട്ടിലുള്ള CCTV അവർക്ക് അതെടുത്ത് ഒഴിവാക്കി കൊടുക്കണം എന്നും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇപ്പോഴുള്ള ഭീഷണി. അത് പ്രകാരം വീട്ടിൽ ഇന്നലെ വന്നിട്ട് ഞങ്ങളെ വീടിൻ്റെ ഭർത്താവിൻ്റെ ഏട്ടനെയും എന്നെയും ഏട്ടൻ്റെ ഭാര്യയും ഒക്കെ ആക്രമിച്ച ഒരു കേസ് ഉണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ പരാതിയൊക്കെ കൊടുത്തു. കുന്നമംഗലം പോലീസിൽ 2 ദിവസം മുന്നേ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് രീതിയിലാണ് ഇങ്ങനെ ഞങ്ങളെ പറ്റിയിട്ട് അപവാദം പറഞ്ഞ് പരാതി കൊടുക്കുന്നത്, അങ്ങനെയാണെങ്കിൽ എന്നെ ഞങ്ങൾ കൈകാര്യം ചെയ്താളെന്നാണ് ഈ ലഹരി മാഫിയ സംഘം എന്നോട് പറയുന്നത്. വാർത്തയുടെ വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, ഈ BJP ജില്ലാ കമ്മിറ്റി അംഗം അനിത നേരത്തെ അവിടുത്തെ ജനപ്രതിനിധി കൂടിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ പ്രശ്നങ്ങളിൽ മുൻ ജനപ്രതിനിധി എന്ന നിലയിൽ അവർ ഇടപെടുക സ്വാഭാവികമാണ്. പക്ഷേ അവരെ അങ്ങനെ വീട് കയറി ഭീഷണിപ്പെടുത്താൻ തക്ക എന്ത് ധൈര്യമാണ് ഈ ലഹരി മാഫിയയ്ക്ക് ഉള്ളത് എന്ന ചോദ്യമല്ലേ ഇപ്പോൾ ഉയരുന്നത്? തീർച്ചയായും നീലിമ, അതായത് ഈ അനിത BJP ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള അനിത മുൻപ് ജനപ്രതിനിധിയായിരുന്നു. ഇവരുടെ വീടിനോട് ചേർന്ന് ഒരു വീടുണ്ട്. ഈ ഏറനാട് ദാസൻ എന്ന് പറയുന്ന ഒരാളുടെ വീടുണ്ട്. ഈ വീട് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടക്കുന്നുണ്ട്. മാത്രമല്ല പ്രദേശത്തെ സ്കൂളുകളിൽ നിന്നടക്കം കുട്ടികൾ ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു 2 ദിവസം മുൻപ് അനിത ഈ കുന്നമംഗലം പോലീസിലെത്തി നേരിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകുന്നത്. ഈ പരാതി നൽകിയതാണ് ഈ ലഹരി സംഘത്തെ ഒന്നാകെ പ്രകോപിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ അനിതയ്ക്ക് നേരെ ഈ നിരന്തരം ഭീഷണി ഉണ്ടാകുന്നത്. മാത്രമല്ല ഈ അനിതയുടെ ഭർത്താവിന്റെ ഏട്ടന്റെ വീട്ടിലേക്ക് അവരും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നു. അവരുടെ ഏട്ടന്റെ വീട്ടിലേക്ക് ഈ ലഹരി സംഘത്തിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ നേരിട്ടെത്തുകയും വീടിന്റെ ജനൽച്ചില്ലുകൾ അടിച്ചു തകർക്കുകയും വലിയ രീതിയിലുള്ള ഭീഷണി മുഴക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടപ്പോൾ കുന്നമംഗലം പോലീസിൽ അനിതയടക്കമുള്ള ആ പ്രദേശത്തെ ആളുകളൊക്കെ തന്നെ ചേർന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് FIR ഇട്ട് കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഏറനാട് ദാസൻ എന്ന് പറയുന്ന ആളുടെ വീട് കേന്ദ്രീകരിച്ച് ഐസ്ക്രീം വിൽപ്പന നടക്കുന്നുണ്ട്. ഇവർ ഇൻസ്റ്റാഗ്രാം വഴിയും സമൂഹ മാധ്യമങ്ങൾ വഴിയും ഒക്കെ തന്നെ ഐസ്ക്രീം വിൽപ്പന നടത്തുന്നുണ്ട്. ഇത് വാങ്ങാനായി ആ പ്രദേശത്തെ കുട്ടികളൊക്കെ തന്നെ വലിയ രീതിയിൽ ആ വീട്ടിലേക്ക് എത്തുന്നുണ്ട് എന്നതാണ്. ഇങ്ങനെ ഐസ്ക്രീം വിൽപ്പനയിൽ ഇവർ ഏതെങ്കിലും തരത്തിൽ ലഹരി ഇതുമായി ബന്ധപ്പെടുത്തി വിൽക്കുന്നുണ്ടോ, ആ രീതിയിലേക്ക് കൂടി അന്വേഷണം പോകണമെന്നൊരു ആവശ്യം കൂടി. അനഘ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇയാൾ ഇതാണോ ദാസൻ? ഇയാളുടെ വീട് കേന്ദ്രീകരിച്ചാണോ ഇത്തരത്തിൽ ലഹരി വിൽപ്പന നടക്കുന്നത്? നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ലഹരി സംഘം ആ വീട്ടിലെത്തി ആ വീട്ടിലുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നതാകാനാണ് സാധ്യത. ആ വീട് ദൃശ്യങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയില്ല നീലിമ. ആ വീടിനോട് ചേർന്ന് മറ്റൊരു വീടാണ് ഉള്ളത്. ഒരു വീട് മാത്രമല്ല, ആ പ്രദേശത്ത് ഇത്തരത്തിൽ വീട് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടക്കുന്നുണ്ട് എന്ന് ആ പ്രദേശവാസികളൊക്കെ നിരന്തരം ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അതുമായി ബന്ധപ്പെട്ട് വലിയൊരു ഇടപെടൽ ഉണ്ടായിരുന്നില്ല ഇതിനു മുൻപൊന്നും തന്നെ. പക്ഷെ ഇപ്പോൾ നിലവിൽ ഇത്തരത്തിൽ ലഹരി മാഫിയയും ലഹരി
ലഹരി സംഘത്തിന്റെയും ഒക്കെ അതിക്രമങ്ങൾ കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ പോലീസ് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നുണ്ട് എന്നാണ് ആ പ്രദേശവാസികളൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം ആവശ്യമാണ്. കാരണം ഈ വീട്ടുകാർ ഐസ്ക്രീം വിൽപ്പന നടത്തുന്നുണ്ട്, പ്രദേശത്തെ സ്കൂളുകളിലൊക്കെ കുട്ടികളൊക്കെ തന്നെ ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇവർ ലഹരി വിൽപ്പന അല്ലെങ്കിൽ ഐസ്ക്രീമിൽ കലർത്തി വിൽക്കുന്നുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഉയരുന്നുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം കൂടി ഈ കേസിൽ ഉണ്ടാകേണ്ടതുണ്ട്. നീലിമ. ശരി, അനഘ ഹർഷനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.